അല്ലാഹു പറയുകയാണ്, പ്രവാചകനോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം എത്ര മനോഹരമാണ്. ഖുർആൻ പറയാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം പാപങ്ങൾ ചെയ്ത് സ്വന്തം നഫ്സിനോട്, സ്വന്തം മനസ്സിനോട് കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ, അതിക്രമം പ്രവർത്തിച്ചവരെ, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. അതാണ് യഥാർത്ഥ കാരുണ്യം. പാപം ചെയ്തവന് പുറത്തു കൊടുക്കാനുള്ള കാരുണ്യം. ആരോടാ പാപം ചെയ്തത്? സ്വന്തത്തോട് തന്നെ പാപം ചെയ്തവർ, അവരോട് പുറത്തു കൊടുക്കാനുള്ള കാരുണ്യം. നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നതാകുന്നു. അതിൽ ജന്മപാപം ഇല്ല, എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിച്ച കാരുണ്യം. അതാണ് ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം. ആ കാരുണ്യത്തെ ചിലപ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുന്നവർക്ക് ക്രൂരതയായി തോന്നിയേക്കാം. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ, ജനങ്ങളത് മനസ്സിലാക്കുമല്ലോ യഥാർത്ഥത്തിൽ എന്താണ് എന്നത്, അതിന്റെ നിജസ്ഥിതി എന്ന്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളുടെയും അവസ്ഥ ഈ പറഞ്ഞതുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം സന്ദർഭോചിതമായി ഉണർത്തട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ആ യുദ്ധം നടന്ന പ്രദേശത്തിരുന്നു കൊണ്ട് ഒരു കാഴ്ച കാണുകയാണ്. ഒരു മാതാവ് നഷ്ടപ്പെട്ടു പോയ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ കിട്ടിയപ്പോൾ ആ മാതാവ് സ്നേഹത്തോടുകൂടി ആ കുട്ടിക്ക് അമ്മിഞ്ഞ പാല് നൽകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാതാവിനെ നോക്കി ചോദിച്ചു, തന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ്, ആ മാതാവ് തന്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒരിക്കലുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ മടങ്ങാണ് അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗിച്ചാൽ അതിലൊരു ഭാഗം മാത്രമേ ഈ ലോകത്തേക്ക് അവൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ. ആ കാരുണ്യത്തിൽപ്പെട്ടതാണ് ഏതൊരു മാതാവും തന്റെ പുത്രനോട് മക്കളോട് കാരുണ്യത്തോടുകൂടി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ആ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ആ കാരുണ്യത്തെക്കാൾ എത്രയോ 99 മടങ്ങും അല്ലാഹു തആല പരലോകത്ത് അവന്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആ കാരുണ്യത്തെ സ്വീകരിക്കുവാനും ആ കാരുണ്യം ഏറ്റുവാങ്ങുവാനുമാണ് മുസ്ലിങ്ങൾ കാരുണ്യം എന്ന യഥാർത്ഥ പദത്തിന്റെ അർത്ഥത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുത്തത്. അവർക്ക് ക്രൂരതകൾ പരിചയമുണ്ടാവില്ല. ബൈബിളിന്റെ അടിസ്ഥാനം സംസാരിച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ ക്രൂരതകളായി തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇതൊന്നും, ഈ കാരുണ്യത്തെയാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് പോലും കാരുണ്യവാനായ ദൈവത്തിന്റെ നാമം ഉണർത്തിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ കാരുണ്യമില്ലാത്ത പാപം ചെയ്തതിന്റെ പേരിൽ മനുഷ്യകുലത്തെ ആകമാനം ജന്മപാപം എന്നതിന്റെ പേരിൽ, ജന്മപാപം എന്ന കൂനിന്മേൽ കുരു അടിച്ചേൽപ്പിക്കുന്ന ദൈവമായിട്ടല്ല വിശുദ്ധ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം എന്ന പേരുകൊണ്ടാണ്. പരമകാരുണ്യകനും കരുണാനിധിയുമായ രക്ഷിതാവിന്റെ നാമത്തിൽ
എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് പോലും. കാരുണ്യമാണ് ഖുർആനിന്റെ ആ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, മുസ്ലിങ്ങൾ 5 നേരവും നമസ്കരിക്കുമ്പോൾ അവർ നിർബന്ധമായി പറയുന്നു അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരം. കാരുണ്യമാണ് ഇസ്ലാമിന്റെ ഏതൊരു മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാരുണ്യത്തെ പരിഹസിക്കുവാനും അതിനെ കണ്ടില്ലെന്ന് നടിക്കാനും മിഷനറിമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് വിഷയകമായി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാരുണ്യം അതിനെക്കുറിച്ച് പരിഹസിക്കുന്നവർ, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പഴയ നിയമത്തിലെ, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ ഉദ്ധരണികൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അതിനേക്കാൾ എത്രയോ ഉണ്ട്. ഇവിടെ സമയപരിധി കൊണ്ട് ഇതൊക്കെ വായിക്കാൻ നിൽക്കട്ടെ. വളരെ കുറച്ചു മാത്രമേ ഈ വിഷയകമായി ഞാൻ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തതായി ഇവിടെ പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ബൈബിളിലെ യഹോവ ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. അദ്ദേഹം തെളിവായിട്ട് വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലുള്ള വാചകത്തിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ബൈബിളിലെ യഹോവ ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, കുരിശു മരണത്തോടുകൂടി പശ്ചാത്താപത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? കുരിശു മരണത്തിൽ വിശ്വസിച്ച ഒരാൾ പശ്ചാത്തപിക്കേണ്ട ആവശ്യമുണ്ടോ? യേശു ക്രിസ്തു കുരിശിന്മേൽ കുരിശിൽ തറക്കപ്പെട്ട് മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ പശ്ചാത്തപിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പൊ പിന്നെ അത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ഒരു വലിയൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പക്ഷേ യഥാർത്ഥത്തിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് പശ്ചാത്താപമാണോ? പശ്ചാത്താപത്തിന് ബൈബിൾ വല്ല പ്രാധാന്യവും നൽകിയിട്ടുണ്ടോ? പഴയ നിയമത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു പോകാം. ആവർത്തന പുസ്തകത്തിലെ 23-ാം അധ്യായത്തിലെ 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ. ഇതിൽ ചിലത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഗുരുനാഥന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ബഹുമാനിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് വായിക്കാൻ നിവൃത്തിയില്ല. ബൈബിളിലെ ധാർമ്മികത മിനിറ്റിന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറയിപ്പിക്കുകയാണെന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. ബൈബിൾ പറയാണ്, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ. ഇത് എങ്ങനെ വായിക്കാം? ഉടഞ്ഞ വൃഷ്ണങ്ങളുള്ളവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. ഇതാണ് ഒരു വചനം. ഇതെങ്ങനെയാണ് ഇതിന്റെ വ്യാഖ്യാനം നമുക്കറിയില്ല, അത് മിഷനറിമാർ തന്നെ പറയേണ്ട വിഷയമാണ്. പിന്നെ രണ്ടാമത് പറയാൻ ഇവിടെ പശ്ചാത്താപമുള്ള വിഷയം, ജാരസന്തതികൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. ജാരസന്തതി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. ഒരുത്തൻ വ്യഭിചാരത്തിലൊരു കുട്ടിയായി പിറന്നു എന്നത് അവന്റെ കുറ്റമാണോ? ഒരാള് വ്യഭിചാരത്തിൽ പിറന്നു എന്നത് അവന്റെ കുറ്റാണോ? അവന്റെ ആ വ്യഭിചാരം ചെയ്ത ആളുകൾ ചെയ്ത കുറ്റല്ലേ? പക്ഷെ ജാരസന്തതികൾക്ക് കർത്താവിന്റെ സഭയിലേക്കേ പ്രവേശനമില്ല. അപ്പൊ പിന്നെ അതിന്റെ അവസ്ഥ നിർത്തിയോ ബൈബിൾ? അവിടെ നിർത്തിയിട്ടുണ്ടോ? ജാരസന്തതിക്ക് ശേഷം അവരുടെ 10 തലമുറകൾക്കും കർത്താവിന്റെ സഭയിലേക്ക് പ്രവേശനമില്ല. അതാണ് ബൈബിൾ പഠിപ്പിച്ച കാരുണ്യവും പശ്ചാത്താപവും. ഇതാണ് ബൈബിൾ പഠിപ്പിച്ച കാരുണ്യവും പശ്ചാത്താപവും. എന്താ ബൈബിൾ പണ്ഡിതന്മാർക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? മിഷനറിമാർ ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ കാരുണ്യമൊക്കെ. ഇതാണോ പശ്ചാത്താപം? പശ്ചാത്താപം സ്വീകരിക്കുന്ന യഹോവയാണോ ഇത്? പക്ഷെ വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ കൃത്യമാണ്. വലാ തസിറു വാസിറതൻ വിസ്റ ഉഖറ. വേറൊരുത്തന്റെ പാപം ഒരാൾ താങ്ങേണ്ടി വരില്ല. ഞാൻ ചെയ്തതിന്റെ പേരിൽ മറ്റൊരാൾ അനുഭവിക്കേണ്ടി വരില്ല. എന്റെ പിതാവ് ചെയ്തതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വരില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ്. വലാ തസിറു വാസിറതൻ വിസ്റ ഉഖറ. അത് ഇസ്ലാമിന്റെ പ്രമാണം. പക്ഷേ ആവർത്തന പുസ്തകത്തിലെ പ്രമാണപ്രകാരം 10 തലമുറക്ക് പിന്നെ പ്രവേശനമില്ല. 10 തലമുറക്ക് പിന്നെ പ്രവേശനമില്ല. ഇതാണോ ബൈബിൾ പഠിപ്പിക്കുന്ന പശ്ചാത്താപവും കാരുണ്യവും? മിഷനറിമാർ തന്നെ വ്യാഖ്യാനിക്കട്ടെ ഈ വിഷയങ്ങളൊക്കെ. എന്നാൽ അല്ലാഹു യഥാർത്ഥത്തിൽ